ചെയ്യുന്നവർക്ക്, ഗുണം ചെയ്യുന്നവർക്ക് അതാണ് കാരുണ്യം വേണം. മകന്റെ ഭാര്യയോട് വേണം, അതെ മക്കളെ ഭാര്യമാരോട് കാരുണ്യം വേണം. പ്രായം ചെന്ന ഉമ്മാരോടും കാരുണ്യം വേണം. ചെറുപ്പക്കാരികളെ, ഉമ്മാക്ക് വയസ്സാവുമ്പോ പണ്ട് ചെയ്തതൊക്കെ ബദലു കിട്ടണമെന്നുള്ള ധാരണ മക്കളെ ഭാര്യമാർക്കും ഉണ്ടായിരുന്നു. കാരുണ്യം അങ്ങോട്ടും വേണം. ബാപ്പനോട് പകരം വീട്ടണമെന്നുള്ള ധാരണ മക്കൾക്കും ഉണ്ടായിരുന്നു. പണ്ട് ബാപ്പ ഞാൻ വിചാരിച്ച പോലെ നടക്കാൻ വിട്ടിട്ടില്ല, എന്റെ ഭാര്യനെ കൂട്ടിയിട്ട് ടൂർ പോകാൻ വിട്ടിട്ടില്ല, അതിന് ഭർത്താവിന് ഉപ്പാനോട് ബദലു ചെയ്യണമെന്നുള്ള ധാരണ മക്കൾക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് പറയാൻ സമയമില്ല ഇവിടെ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ലോകാണ്. ഒരാൾ ഇന്നാൾ വന്നിട്ട് പറയാണ്, എന്തേ എന്റെ ബാപ്പ എന്റെ ഉമ്മ സ്വത്ത് തീർത്തും മൂത്ത മോന് കൊടുത്താൽ, എന്നിട്ടോ എന്നിപ്പോ മറ്റുള്ള മക്കളൊന്നും ഉപ്പാക്ക് സുഖമില്ലാണ്ട് നോക്കുന്നില്ല. അപ്പൊ ഈ ഉപ്പാനെ നോക്കുന്നൊക്കെ ഈ സ്വത്തിന് വേണ്ടി. ഹാബുക്കുങ്ങളും സ്വത്തിന് വേണ്ടിയാണോ ബാപ്പനെ നോക്കുന്നത്? സ്വത്തിന് വേണ്ടിയാണോ ബാപ്പനെയും ഉമ്മനെയും നോക്കുന്നത്? ബാപ്പനെയും ഉമ്മനെയും നോക്കുന്നത് ബാപ്പയായതിന്റെ പേരിലല്ലേ, ഉമ്മയായതിന്റെ പേരിലല്ലേ? എന്നാ പിന്നെ തീരെ സ്വത്തില്ലാത്ത ബാപ്പനെയും ഉമ്മനെ ആരും നോക്കണ്ട. എന്തൊരു കാരുണ്യമില്ലാത്ത ലോകം. ഇന്നാളൊരു ചങ്ങാതി വന്നിട്ട് ചോദിക്കാണ്, നഴ്സറിയിലെ കുട്ടികൾക്ക് ബോർഡിംഗ് ഉണ്ടോ? നേഴ്സിലെ കുട്ടികളെ ബോർഡിംഗ് ഉണ്ടോ? എന്താ കാരണം? എന്നാ അത്രയും ഉയരണ്ടാലേ കുഞ്ഞുങ്ങളെയും കൊണ്ട് രാവിലെ അങ്ങ് പറഞ്ഞിട്ടുണ്ടാവുന്നില്ല ബോർഡിങ്ങിലേക്ക്. നേഴ്സറിയിലെ കുട്ടികൾ ബോർഡിംഗ് ആയാൽ തീരെ അധ്വാനിക്കണ്ടല്ലോ ഉമ്മാര്, ബാപ്പയും തിരിഞ്ഞോക്കണ്ടല്ലോ, നല്ല സുഖല്ലേ? ഇത് നടത്തുന്ന നമ്മക്കല്ലേ ഇത് വിഷമം അറിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ബോർഡിംഗ് ഉണ്ട് ആർക്ക്? നേഴ്സറിയിലെ കുട്ടികൾ, 4 വയസ്സുള്ള കുട്ടികൾ ബോർഡിംഗ് ഉണ്ടോ എന്നാ ചോദിക്കുന്നു. അങ്ങനത്തെ കുട്ടികൾ വളർന്നാൽ എന്ത് ചെയ്യുന്നറിയോ? വയസ്സാകുമ്പോൾ ബാപ്പാക്കും ഉമ്മാക്കും ബോർഡിംഗ്, അതാ വൃദ്ധസദനം എന്ന് പറഞ്ഞു. ബാപ്പാക്കും ഉമ്മാക്കും ബോർഡിംഗ് കൊണ്ടുപോയി ചേർക്കും ബാപ്പാനെ ഉമ്മാനെ വൃദ്ധസദനത്തിൽ. കാരണം ഇങ്ങോട്ടുമില്ലല്ലോ കാരുണ്യം. ഇങ്ങനെയല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ. റഹ്മാനായ റബ്ബ് കാരുണ്യം ചെയ്യുന്നവർക്ക് കാരുണ്യം ചെയ്യുന്നവനാണ്. മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യണം. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർള്. വിശാലമാണ് കാഴ്ചപ്പാട്. ഇർഹമുൽ മുസ്ലിമീൻ എന്നല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുസ്ലിമീങ്ങൾക്ക് മാത്രം കാരുണ്യം ചെയ്യൂ എന്നല്ലല്ലോ ആ മഹാനായ നേതാവ് പറഞ്ഞത്. വർഗീയതയില്ലല്ലോ, പക്ഷപാതിത്വമില്ലല്ലോ, ഭീകരതയില്ലല്ലോ, ക്രൂരതയില്ലല്ലോ. ഓ ഡെൻമാർക്കുകാരാ, നിന്റെ ഡാനിഷ് പത്രത്തിൽ 4 വര വരച്ചിട്ട് കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ക്രൂരനാണെന്ന് പറഞ്ഞ് നീ 4 വര വരച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ ക്രൂരനാണെന്ന് ചിത്രീകരിക്കാമെന്ന് ധരിച്ചുപോയോ ഡെൻമാർക്കുകാരാ? ധരിച്ചുപോയോ യഹൂദികളെ? ധരിച്ചുപോയോ ഇസ്ലാമിന്റെ ശത്രുക്കളെ? നിങ്ങൾ വിഡ്ഢികളെ സ്വർഗത്തിലാണ് കേട്ടോ. ആ നേതാവിന്റെ പ്രസ്താവന ഇർഹമൂ മൻ ഫിൽ അർള്. ഭൂമിയിലുള്ളവർക്ക് കാരുണ്യം ചെയ്യുക. ഭൂമിയിലുള്ള മാപ്പിളാർക്ക് മാത്രം കാരുണ്യമെന്നല്ല പറഞ്ഞത്, മുസ്ലിമേക്ക് മാത്രം കാരുണ്യമെന്നല്ല പറഞ്ഞത്. ഭൂമിയിലുള്ളവർക്ക് കാരുണ്യം ചെയ്യുക. യർഹംകും മൻ ഫിസ്സമാ. ആകാശത്തിൽ അധികാരമുള്ള റബ്ബ്, ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. ആകാശത്തിൽ എന്തുള്ളവൻ? ആകാശത്തിൽ അധികാരമുള്ളവൻ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. മറ്റൊരു വ്യാഖ്യാനം അതിനുണ്ട്. ആകാശത്തിലുള്ളവർ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. ആകാശത്തിലുള്ളവർ ആരാണത്? മലക്കുകളാണ്. മറ്റൊന്ന് മഹാത്മാക്കളാണ്. അങ്ങനെ മഹാത്മാക്കളെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും. ഈ 2 നിലക്കും ആ ഹദീസിന് വ്യാഖ്യാനമുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, കാരുണ്യമുള്ള രാജാവിന്റെ അടിമകളായ നാം കാരുണ്യമുള്ളവരാകണം. ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്കഅൻ സുജ്ജദൻ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിദ്വാനാ. മുസ്ലിമീങ്ങളെ ആക്രമിക്കുകയും കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന അവിശ്വാസികളോട് വേണ്ടി വന്നാൽ ഗൗരവം കാണിക്കേണ്ടി വരും. ആ ഗൗരവമാണ് അബൂജഹലിനോട് കാണിച്ചത്. അശിദ്ദാഉ അലൽ കുഫാർ എന്നാണ്. അതേ നിലക്കുള്ള കുഫാറിനോട് ഗൗരവം വേണം. പക്ഷേ റുഹമാഉ ബൈനഹും,
റുഹമാഉ ബൈനഹും, എതിർപ്പ് കാണിക്കാത്ത സന്ധിയോടെ ജീവിക്കുന്നവരോടും മുഅ്മിനീങ്ങൾക്കിടയിലും കാരുണ്യം വേണം. അങ്ങനെ കാരുണ്യം ചെയ്യുന്നവരാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്ന അനുയായികളെന്ന് ഖുർആൻ പഠിപ്പിച്ചില്ലേ? എന്നാൽ സഹോദരന്മാരെ, മറ്റുള്ളവർക്ക് അള്ള കൊടുക്കുന്ന കഴിവ് കൊണ്ടും അള്ള കൊടുക്കുന്ന പവർ കൊണ്ടും കാരുണ്യം ചെയ്യുന്നവരെന്ന നിലയ്ക്ക് സൃഷ്ടികൾക്കും റഹീം എന്ന പേര് പറയാറുണ്ട്. റഹീം എന്ന പേര് അള്ളാഹുവിന് പറയുന്നത് കാരുണ്യത്തിന്റെ ഉടമസ്ഥരും രാജാവും സൃഷ്ടാവും എന്ന നിലക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ രണ്ട് പേര്, ഒന്ന് റഊഫ്, ഒന്ന് റഹീം. അത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പറഞ്ഞില്ലേ? അത് ശിർക്കല്ലേ കുട്ടികളെ? മറിച്ച് അല്ലാഹു റഊഫാണെന്ന് പറഞ്ഞാൽ, അല്ല ദയ ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാൽ, ദയാലുവാണെന്ന് പറഞ്ഞാൽ അവൻ സ്വന്തമായ കഴിവ് കൊണ്ടും അധികാരം കൊണ്ടും ദയാലുവാണ്. റസൂലുള്ള ദയാലുവാണെന്ന് പറഞ്ഞാൽ അല്ല കൊടുക്കുന്ന പവർ കൊണ്ടും നല്ല മനസ്സുകൊണ്ടും കാരുണ്യം ചെയ്യുന്ന ദയാലുവാണ്. റഹീമാണ് അല്ല എന്ന് പറഞ്ഞാൽ സ്വന്തമായി റഹീമാണ്. അതേസമയത്ത് റസൂലുള്ള റഹീമാണെന്ന് പറഞ്ഞാൽ അതേ അല്ല കൊടുക്കുന്ന കഴിവ് കൊണ്ട് റഹീമാണ്. അപ്പൊ അല്ലാഹുവിലേക്ക് എന്ത് പറഞ്ഞാലും സ്വന്തമുള്ളതാണ്. സൃഷ്ടികളിലേക്ക് എന്ത് കൂട്ടിയാലും അത് അല്ല കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഖുർആനിൽ മുഅ്മിനീങ്ങളെ പറ്റിയും പറഞ്ഞു റുഹമാഉ ബൈനഹും. മുഅ്മിനീങ്ങൾ റഹീമുകളാണ്, റഹീമുകളാണ് എന്ന് പറഞ്ഞാലോ അവരും കാരുണ്യം ചെയ്യുന്നവരാണ്. ആ കാരുണ്യം അല്ല കൊടുക്കുന്ന കഴിവ് കൊണ്ടുള്ള കാരുണ്യമാണ്. അപ്പൊ സൃഷ്ടികളിൽ നിന്ന് കിട്ടുന്നതെല്ലാം, സൃഷ്ടികളോട് ചോദിക്കുന്നതെല്ലാം, സൃഷ്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെല്ലാം അല്ല കൊടുക്കുന്നത് കൊണ്ട് കിട്ടുന്നു എന്ന നിലക്കാണ്. അല്ല കൊടുക്കുന്നതിൽ നിന്നാണ്. അള്ളാഹുവിൽ പ്രതീക്ഷിക്കുന്നതെല്ലാം, അള്ളാന്റെ കാരുണ്യമെല്ലാം അള്ളാഹുവിന്റേതെല്ലാം സ്വന്തമായുള്ളതാണ്. ഇവിടെയാണ് വ്യത്യാസം കേട്ടോ. ഈ വ്യത്യാസം ഗ്രഹിക്കാത്തതിന്റെ പേരിൽ റസൂലുള്ള റഹീമാണ്, അള്ളാനെ പോലെ ആക്കിയില്ലേ എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ റഹീമാണെന്ന്. അതുപോലെ മുഅ്മിനീങ്ങൾ റഹ്മാനെന്ന് പറയുമ്പോൾ അള്ളാനെ പോലെ ആക്കിയില്ലേ എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ഇല്ല, അല്ലാഹുവിന്റേതൊക്കെ സ്വന്തമായുള്ളതാണ്, സൃഷ്ടികളുടേതൊക്കെ അല്ലാഹ് കൊടുക്കുന്നതാണ്. അവിടെയാണ് വ്യത്യാസം കേട്ടോ. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹ് വലിയ റഹ്മത്തായി അവതരിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതും റഹ്മത്ത് തന്നെ, ഐനുർ റഹ്മത്ത് തന്നെ. ഇനി സ്വർഗത്തിൽ നമ്മളെ കടക്കലോ അതും റഹ്മത്ത് കൊണ്ട് തന്നെ. ഒരു ചരിത്രം കൂടി പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിന്നു, ദൂരെ നിൽക്കുന്നവർക്ക് സദസ്സിലേക്ക് വന്നു. നമുക്ക് ദുആ ചെയ്ത് പിരിയണമല്ലോ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇമാം അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു അവിടുത്തെ തംബീഹുൽ ഗാഫിലീൻ എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു സംഭവം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോ ജാബിർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ, എന്റെ സ്നേഹിതൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോഴാണ് എന്റെ സമീപത്ത് നിന്ന് പോയിട്ടുള്ളത്. ആ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഒരു സംഭവം പറഞ്ഞു, ഒരു ചരിത്രം പറഞ്ഞു. എന്താണ് സംഭവം? സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ, അങ്ങയെ നബിയാക്കി നിയോഗിച്ച പടച്ചവനെ തന്നെ സത്യം. അല്ലാഹുവിനൊരടിമ, ആ അടിമ 500 കൊല്ലമായി ഒരു പർവ്വതത്തിന്റെ മേലെ കഴിയുന്നു. വലിയ പർവ്വതമല്ല, 30 മുഴം നീളവും 30 മുഴം അകലവും 30 മുഴം കൈ ഉയരവുമുള്ള ഒരു ചെറിയ കുന്ന് അല്ലെങ്കിൽ ഒരു മല.
ആ മലയുടെ 4 ഭാഗവും 4000-ഓളം ഫർസഖുകൾ, അത് 1000-കണക്കിന് കിലോമീറ്ററുകൾ. 4 ഭാഗവും വെള്ളമാണ്, കടലാണ്.